ഇന്ന് കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഈവനിങ് ആകുമ്പോഴത്തേക്കും അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ അവനെ അങ്കൻവാടിയിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ഉച്ചയായി തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെക്കറേഷൻ പരിപാടികൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കാശിക്കുട്ടനെ വിളിച്ചുകൊണ്ട് വരേണ്ട സമയമായി. പിന്നെ അവനെ തിരിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് അങ്കൻവാടിയിലെ വിശേഷങ്ങളൊക്കെ കേട്ട് ചായയൊക്കെ ഇട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബർത്ത്ഡേക്ക് ഓർഡർ ചെയ്ത കേക്കും വീട്ടിലെത്തി കേട്ടോ. ചോക്ലേറ്റ് കേക്കായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അവൻ പറഞ്ഞായിരുന്നു ചോക്ലേറ്റ് കേക്ക് മതി, ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് കേക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ ചോക്ലേറ്റ് കേക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് കേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഒഫീഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ചിക്കൻ ബിരിയാണി എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ബിരിയാണി നമ്മൾ റെഡിയാക്കി. നമ്മൾ വീട്ടിൽ ഞാനും ചാരും കാശിക്കുട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടുള്ള സെലിബ്രേഷൻസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഡെക്കറേഷൻസൊക്കെ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഒരു പ്രായത്തിൽ ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാനും അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളതങ്ങ് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് നടത്തി. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു റിമോട്ട് കൺട്രോൾ കാറായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. അവൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് തന്നെ. ഗിഫ്റ്റ് എന്ന് പറയുന്ന രീതിക്ക് ഒരു കാര്യം ബർത്ത്ഡേക്ക് കൊടുക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ അവൻ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ. ശരിക്കും അത് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ആ ഗിഫ്റ്റ് കൈ കിട്ടിയ നിമിഷം തൊട്ട് അത് എന്താണ് എന്നറിയുന്നോടം വരെ അവൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ അതിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുമായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു അവൻ്റെ ആ ഓരോ ആക്ടിവിറ്റീസ് കാണാൻ വേണ്ടിയിട്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ സന്തോഷം അവൻ നല്ല രീതിക്ക് തന്നെ അവൻ്റേതായ രീതിക്ക് അവനത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം കുറേ തവണ എനിക്ക് കെട്ടിപ്പിടിച്ച് അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ചാരുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉമ്മ തന്നു. അങ്ങനെ അവൻ്റേതായ രീതിക്കുള്ള എക്സ്പ്രഷൻസ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അങ്ങനെ വളരെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. ചെറിയ രീതിക്ക് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും നമ്മുടെ മാക്സിമം നമ്മൾ നല്ല രീതിക്ക് തന്നെ അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളങ്ങനെ വൈൻഡപ്പ് ചെയ്തു. നല്ലൊരു ദിവസം തന്നെയായിരുന്നു. ശരിക്കും ഓർമ്മയിലൊക്കെ സൂക്ഷിക്കാൻ പാകത്തിന് തന്നെ ഈ ഒരു ബർത്ത്ഡേ നല്ല രീതിക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ടായി. അത്ര നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന്.